2020 ലോകകപ്പിൽ ടീം ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ അമേരിക്കയാണ് എതിരാളികൾ. ഇന്ത്യ ജയത്തോടെ തുടങ്ങുമെന്നും സഞ്ജു സാംസൺ കളത്തിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് ആരാധകർ. കൊച്ചിയിലെ ക്രിക്കറ്റ് ആവേശം കാണാം. ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അണ്ടർ 19-ൽ അനിയന്മാരുടെ ആധികാരിക ജയത്തിന് ശേഷം ചേട്ടന്മാരിന്ന് കളത്തിലിറങ്ങുകയാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ആവേശത്തിലാണ്, നമ്മളും ആവേശത്തിലാണ്. നമ്മളുള്ളത് കുറച്ച് കളി ആരാധകരുടെ കൂടിയാണ്, ക്രിക്കറ്റ് പ്രൊഫഷണലായി കളിക്കുന്ന ആൾക്കാരുടെ കൂടിയാണ്. ചേട്ടാ, എത്രത്തോളം ഉണ്ട് ആവേശം? വളരെ അധികം സന്തോഷം നിറയുന്നൊരു സമയമാണ്. കാരണം നമ്മുടെ അനിയന്മാർ ഇന്ത്യ വേൾഡ് കപ്പ് വിൻ ചെയ്തു, അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ഫോമിൽ തന്നെ നമ്മുടെ പറഞ്ഞ പോലെ ചേട്ടന്മാരും, അത് ആധികാരികമായിട്ട് വിജയം എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയാണ് മുന്നിൽ തന്നെ നിൽക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു വിജയം കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാവരും മനസ്സ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ളതും ഇന്ത്യൻ ടീമിന് തന്നെയാണ്. എന്തായാലും നമ്മൾ കപ്പടിക്കും. അപ്പൊ എത്രത്തോളം ഉണ്ട് ഒരു ടീമിന്റെ പ്രതീക്ഷകൾ, എത്രത്തോളം ഉണ്ട് പെർഫോമൻസ്, എത്രത്തോളം ഉണ്ട്? അത് ഈ കഴിഞ്ഞ മത്സരങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ലേ. ആ എല്ലാ ടൂർണമെന്റുകളും ഇപ്പൊ ആധികാരികമായിട്ട് തന്നെയാണ് ഇന്ത്യ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പിഴവുകളും അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് ഉണ്ട്, മാറ്റിയിറക്കാൻ പറ്റിയ പ്ലേയേഴ്സുകളുണ്ട്. ഒരു റിസർവ് ടീം ആയിട്ട് തന്നെ നമുക്ക് പുറത്ത് പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അനിവാര്യം ഇന്ത്യ തന്നെയാണ് കപ്പടിക്കുക. നമ്മുടെ ഓപ്പണിംഗിൽ ചെറിയ ആശങ്കയുണ്ട് കേട്ടോ. ഓപ്പണിങ്ങിൽ കുഴപ്പമില്ല. ഇപ്പോഴത്തെ നല്ല അഭിഷേകൊക്കെ നല്ലോണം ബാറ്റ് ചെയ്യുന്ന നല്ല ഫോമിലാണ്. ഓപ്പണിംഗ് ഒന്നും വിഷയമല്ല. സഞ്ജുവിന് ചാൻസ് കിട്ടിയ വളരെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും സഞ്ജുവിന് അത്ര വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള സങ്കടം. നമ്മുടെ ഒരു നിരാശ അത് മാത്രമേ ഉള്ളൂ. ഇന്ത്യ ജയിക്കുന്നതോടൊപ്പം സഞ്ജുവും പെർഫോം ചെയ്യണമെന്നാണ് ഏതൊരു മലയാളിയല്ല ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ്. അതിലേക്കാട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത് മലയാളികളാണ്. സഞ്ജു കളിക്കണം, സഞ്ജു കപ്പടിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. നല്ലോണം പെർഫോം ചെയ്യണം, സെഞ്ചുറികൾ അടിച്ചു കൂട്ടണം. കപ്പടിക്കുന്നതിനൊപ്പം നമ്മളെ സഞ്ജു കളത്തിലിറങ്ങണം. അതുപോലെ അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. സഞ്ജു എങ്ങനെ വന്നാലും ആ 22 വേൾഡ് കപ്പിൽ കളിച്ചിരിക്കും. അത് നല്ലോണം കളിച്ചിരിക്കും. അതെ, നല്ലോണം. ഒരു മലയാളി ടീമിലുള്ള സമയത്തെല്ലാം ഇന്ത്യ കപ്പടിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വേൾഡ് കപ്പ് ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സഞ്ജു വേണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. പൂരം കൊടി കയറാൻ പോവാണ്. അത് തന്നെ ഇന്നത്തോടെ തീരെ കൊളുത്താണ്. ഇന്നത്തോടെ കൂടി അങ്ങോട്ട് ഇനി എന്താ ഇന്ത്യ കപ്പടിച്ചിട്ട് അത് അവസാനിപ്പിക്കുള്ളൂ. ഞങ്ങള് പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. വലിയ ആവേശത്തിലാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ, വലിയ ആവേശത്തിലാണ്. അതോടൊപ്പം തന്നെ സഞ്ജു ഒന്ന് ഇറങ്ങണം എന്നാണ് മലയാളികൾ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. എനിക്ക് പിന്നിലുള്ള ഈ ക്രിക്കറ്റ് ആരാധകർ, കളി ഒരുപാട് സ്നേഹിക്കുന്ന ആരാധകർ എല്ലാവരും തന്നെ ആവേശത്തിലാണ്. സഞ്ജു ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ്. ലിഡിയ ജേക്കബ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.